ഹായ്, വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 170/2024, അതായത് കാറ്റഗറി കോഡ് 525/2023, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലേക്ക് നടന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് അല്ല OA എക്സാമിന്റെ അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ട് എന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിനകത്ത് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7654325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏതാണ്, അല്ലെ 11 ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ തന്നിരിക്കുന്ന നമ്പറിനെ അതേപടി എടുത്തെഴുതുക. 7654325. അതിനുശേഷം ആ നമ്പറിന്റെ ഓഡ് പ്ലേസിലും ഈവൻ പ്ലേസിലുമുള്ള നമ്പറുകൾ തമ്മിൽ കൂട്ടുക. നമ്മളിപ്പോൾ ഓഡ് പ്ലേസിലുള്ളത് കൂട്ടുവാണെങ്കിൽ 5 3 8, 8 5 13, 13 7 20. ഓക്കെ. ഈവൻ പ്ലേസിൽ കൂട്ടുവാണെങ്കിൽ 6 4 10, 10 2 12. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ഈവൻ പ്ലേസിലുള്ള നമ്പറുകളുടെ സമ്മും ഓഡ് പ്ലേസിലുള്ള നമ്പറുടെ സമ്മിലുള്ള ഡിഫറൻസ് കാണുക. ഡിഫറൻസ് 8 കിട്ടി. ഈ കിട്ടുന്ന റിമൈൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 11 11 മൾട്ടിപ്പിളോ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ നമ്പർ 11 ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് റിമൈൻഡർ 0 ആണെന്നാണ്. അതല്ലാതെ വേറൊരു നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ ആയിരിക്കും അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? സോ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, 3 വശങ്ങളുടെയും നീളം സെയിം ആണ്. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, പെരിമീറ്റർ എന്ന് പറയുന്നത് 12.9 സെന്റിമീറ്റർ ആണ്. 12.9 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി എന്ന് പറയുന്നത് 12.9 ഡിവൈഡഡ് ബൈ 3, 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.3. സോ അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 4.3 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? അതായത് അവർ പറയുന്നത് ഒരു സംഖ്യയിൽ നമുക്ക് നമ്പർ ഏതാണെന്ന് അറിയത്തില്ല, എക്സ് എന്ന് അസ്യൂം ചെയ്തു. അതിൽ നിന്ന് 3/8 കുറയ്ക്കുന്നു. അതിൽ നിന്ന് വീണ്ടും 1/8 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 5/12 ലഭിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ സംഖ്യ അഥവാ എക്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നോക്കിയാൽ എക്സ് മൈനസ് ഈ 3/8ന്റെയും 1/8ന്റെയും റിമൈൻഡർ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് -3 - 1 ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാനായിട്ട് പറ്റും. ഈക്വൽ ടു 5/12, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 4/8 ഈക്വൽ ടു 5/12 എന്ന് എഴുതാം. സോ ബേസിക്കലി ഇവിടെ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, ക്യാൻസൽ ചെയ്ത് നമുക്ക് 1/2 എന്ന് കിട്ടും. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എക്സ് വിൽ ബി ഈക്വൽ ടു 5/12 പ്ലസ് 1/12 എന്ന് കിട്ടും. ഈക്വൽ ടു 5/12 പ്ലസ് 1/2. ഡിനോമിനേറ്റർ സെയിം ആക്കുന്നതിന് വേണ്ടി 1/2 ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 5/12 പ്ലസ് 6/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 11/12. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്ത ചോദ്യം, 1.25 മൈനസ് 0.25 ഡിവൈഡ് ബൈ 1.25 പ്ലസ് 0.75. ഇത് നമുക്ക് 2-3 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. 1.25 എന്ന് പറഞ്ഞാൽ 1/4, 0.25 എന്ന് പറഞ്ഞാൽ 4, 1/4 നിന്ന് 4 കുറച്ചാൽ 1. 1.25 എന്ന് പറയുന്നത് 1/4, 0.75 എന്ന് പറയുന്നത് 3/4. 1/4 3/4 കൂട്ടിയാൽ 2. സോ 1/2 അഥവാ 0.5. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1.25 എഴുതുക, അതിൽ നിന്ന് 0.25 കുറയ്ക്കാം. 5 - 5 0, 2 - 2 0 1. ദെൻ 1.25ന്റെ കൂട്ടത്തിൽ 0.75 കൂട്ടുക. 5 5 10, ശിഷ്ടം 1, 7 3 10, ശിഷ്ടം 1, 1 1 2. സോ 1/2 0.5 എന്ന് കിട്ടും. ഈ രണ്ടിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510, നടുവിലത്തെ സംഖ്യ ഏത്?
അപ്പം തുടർച്ചയായ 5 സംഖ്യകളാണ്. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയായിട്ട് നമ്മൾ എക്സിനെ അസ്യൂം ചെയ്താൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+1 വരും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+2 വരും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+3 വരും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+4 വരും. 5 സംഖ്യകളാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 510 കിട്ടി. അപ്പൊ നോക്കി x+x+, അപ്പൊ എത്ര x വരുന്നുണ്ട്? 5 x+x+x+x+x 5x പ്ലസ് 1 + 2 3 3 3 6 6 4 10 5x + 10 = 510 5x = 500 എന്ന് കിട്ടും. അതായത് x = 500 ഡിവൈഡഡ് ബൈ 5 = 100 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ സംഖ്യ അഥവാ x+2 എന്ന് പറയുന്നത് 102 എന്ന് കിട്ടും. സോ 102 ആണ് ഉത്തരം വരേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് 102 ഇല്ല. സോ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റഡ് ആവും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റഡ് ആവും. പക്ഷെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 102 ആണ് വരേണ്ടത്. നെക്സ്റ്റ്, 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവേത്. നമുക്ക് 2 ചതുരങ്ങളുണ്ട്. ഒന്നാമത്തെ ചതുരത്തിന്റെ ലെന്ത് എന്ന് പറയുന്നത് 12, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 6. രണ്ടാമത്തെ ചതുരത്തിന്റെ ലെന്ത് എന്ന് പറയുന്നത് 10, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8. പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞ ലെന്തിന്റെ ബ്രെഡ്ത്ത് 12 6 72, പൈറ്റ് 8 80. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം 72:80. 2 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 8 72, പൈറ്റ് 8 80, 9:10. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് വൺ, 2 × 5 × 7 × 4 × 2 × 5 × 7ന്റെ വർഗ്ഗമൂലം എത്ര? ഇവയുടെ വർഗ്ഗമൂലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ്. സോ ബേസിക്കലി നമ്മൾ നോക്കിയാൽ കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 2 × 5 × 7 × 4 × 2 × 5 × 7. നമുക്കറിയാം ഇപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 5 × 5 എന്ന് പറഞ്ഞാൽ = 5 ആണ്. അപ്പം 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ആയിട്ട് നമുക്ക് വെളിയിലെടുക്കാം. സോ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 വെളിയിലെടുക്കാം. ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. കൂടെ നമുക്ക് എന്താണ് 7 വെളിയിലെടുക്കാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ എന്താണ് നമുക്കൊരു 2 വെളിയിലെടുക്കാം. കറക്റ്റ്. പിന്നെയുള്ളത് 4 ആണ്. 4 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ്. അപ്പൊ നമുക്ക് 2 എടുക്കാം. ഈ 2 4, 7 4 28, 7 4 28, 28 × 5 140. സോ ആൻസർ എന്ന് പറയുന്നത് 140. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എന്താ? സോ ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. 1500 രൂപ പരസ്യവില, അതായത് ആ സാരിയുടെ മാർക്ക് ചെയ്തിരിക്കുന്ന വില, അത് മാർക്ക്ഡ് പ്രൈസ് ആണ് 1500 എന്ന് പറയുന്നത്. 8% ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 8%. അപ്പം അയാൾ 8% ഡിസ്കൗണ്ടിൽ ഇതിനെ വിൽക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 8% കുറഞ്ഞാണ്. അപ്പൊ എന്താണ് 1500ന്റെ 92% ഈ സാരി വിൽക്കുന്നത്. കറക്റ്റ്. സോ ഈ 0 നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. 15 × 92. അപ്പോൾ അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു സാധനം 20% ലാഭം ലഭിക്കുന്നത്, അതായത് കിട്ടിയ വിലയേക്കാൾ 20% കൂട്ടി വെക്കുമ്പോഴേ 20% ലാഭം കിട്ടുന്നത്. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ 20% കൂട്ടി വെക്കുന്നു. അതായത് 120/100ലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സാരി വിൽക്കുന്നത്. സാരിയുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നമുക്ക് രണ്ടിനായിട്ട് ഇക്വേറ്റ് ചെയ്തുകൂടെ. അപ്പൊ എന്ത് കിട്ടും? 15 × 92 കോസ്റ്റ് പ്രൈസ് × 120/100 എന്ന് എഴുതാം. സോ ഇതിനോട് ക്യാൻസൽ ആയിപ്പോയി. കറക്റ്റ്. ദെൻ 12നെയും 15നെയും 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 5 കിട്ടും, ഇവിടെ നമുക്ക് 4 കിട്ടും. കറക്റ്റ്. ദെൻ 92നെയും 4നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 23 കിട്ടും. കറക്റ്റ്. ദെൻ 23 × 5 എന്ന് പറയുമ്പോൾ 2 10 15 115 115 × 10 ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 1150 രൂപയായിരിക്കും സാരിയുടെ യഥാർത്ഥ വില അഥവാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, +8 × 12 ഡിവൈഡഡ് ബൈ +4 × -6. സോ ബേസിക്കലി ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂൾ ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ഇല്ല. ഓഫും ഇല്ല. പിന്നെയുള്ള എന്താണ്? ഡിവിഷൻ ആണ്.
ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് 12 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. 12നെ 4 കൊണ്ട് ഡിവൈഡ്, ഇവിടെയാണ് ഫസ്റ്റ് ഡിവിഷൻ. അപ്പൊ എന്ത് ചെയ്യണം? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? +8 ഇൻറ്റു 3 ഇൻറ്റു -6 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ മൊത്തം മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ നോക്കിയേ, 8 ഇൻറ്റു 3 3 24, 24 ഇൻറ്റു -6, 24 ഇൻറ്റു 6 144. ഒരു പോസിറ്റീവ് സംഖ്യ ഒരു നെഗറ്റീവ് സംഖ്യയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് സംഖ്യ കിട്ടും. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി -144 ആവും ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? ഫോർ എക്സാമ്പിൾ, ഒരാൾ പ്ലാറ്റ്ഫോം, ഇപ്പൊ നമുക്ക് 120 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിൽക്കുവാണ്. ഈ പ്ലാറ്റ്ഫോമിനെ കടന്ന് എന്ത് പോകുന്നുണ്ട്? ഒരു ട്രെയിൻ കടന്നു പോവാണ്. ആ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 160 മീറ്റർ ആണ്. സോ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ കടന്നു പോകുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയെ കടന്നു പോകാനായിട്ട് ട്രെയിൻ കടന്നു പോകുന്ന ദൂരം എന്ന് പറയുന്ന ട്രെയിനിന്റെ നീളം മാത്രം. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം അഥവാ 160 ഡിവൈഡ് ബൈ ആ വ്യക്തിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 8 സെക്കൻഡ്. 160 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം കടന്നു പോകാനായിട്ട് ട്രെയിൻ എടുക്കുന്ന സമയമാണ്. സോ അങ്ങനെയാണ് എങ്കിൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ഒരു ട്രെയിൻ കടന്നു പോകണമെങ്കിൽ ആ ട്രെയിൻ മൊത്തത്തിൽ പ്ലാറ്റ്ഫോമിന്റെ നീളവും അതുപോലെ ട്രെയിനിന്റെ നീളവും യാത്ര ചെയ്യണം. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം അഥവാ 160, പ്ലാറ്റ്ഫോമിന്റെ നീളം അഥവാ 200, മൊത്തം 360 മീറ്റർ വരും. ട്രെയിൻ പോകുന്ന സ്പീഡ് എത്രയാണ്? സ്പീഡ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. 360 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 സെക്കൻഡ് എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്ന ഓപ്ഷൻ ബി 18 സെക്കൻഡ് ആയിരിക്കും. ക്ലിയർ? സോ നമ്മൾ അതിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. 1, 8, 27, 64, 125. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ അടുത്ത നമ്പർ ഏതായിരിക്കും? ഉത്തരം കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.